ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ പ്ലാറ്റോണിക് സോളിഡ് തന്നെയാണ് ബേസായി ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്റ്റാറിൻ്റെ ഉള്ളിൽ കാണുന്ന ഒക്ടാഹെഡ്രൺ 8 വശങ്ങളുള്ള സമവശങ്ങളുള്ള ഒരു രൂപത്തിൻ്റെ മുകളിൽ ആ ത്രികോണ സ്തൂപികകൾ ഒട്ടിച്ചതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് 8+8 16 കോണുകളുള്ള നക്ഷത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രസകരമായ ഒരു സ്റ്റാറാണ്. ഇതിൻ്റെ നിർമ്മാണം കൃത്യമായി തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ആ സോളിഡ് ആ ഭാഗം ഒക്ടാഹെഡ്രൺ പോളിഗൺ നമ്മളെ പ്ലാറ്റോണിക് സോളിഡിലുള്ള ഒരു രൂപമാണ്. ഇനി ഇതിൻ്റെ നിർമ്മിതി നമുക്ക് വേണ്ടത് 10 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഈക്വലേറ്റർ ട്രയാങ്കിൾസ്. അപ്പോൾ അതിനെ ഒരു സൈഡിൽ 10 സെൻറ്റിമീറ്റർ വിട്ട് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 60 ഡിഗ്രി ആണല്ലോ, 60. അപ്പോൾ ആ മൂലയിൽ നിന്നും 60 ഡിഗ്രി എടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് 2 ഭാഗത്തുനിന്നും നമ്മൾ വരക്കുമ്പോൾ കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റ് അതും 10 സെൻറ്റിമീറ്ററിലായിരിക്കും. സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ. ഈ വര നീട്ടി വരയ്ക്കുകയാണ്. പിന്നീട് നമ്മൾ 60 ഡിഗ്രി അടയാളപ്പെടുത്തിയ ആ പോയിൻറ്റിലൂടെ ആ ലെങ്ത്ത് നമ്മൾ നോക്കിയാൽ കൃത്യം 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ 3 വശങ്ങളും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുമാത്രമല്ല കോണുകൾ 3ഉം 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ എണ്ണം, അതായത് പരമാവധി സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണ് സമഭുജ ത്രികോണങ്ങൾ തുടർച്ചയായി വരച്ചെടുക്കുക എന്നുള്ളതാണ്. 60 ഡിഗ്രി അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്ന് 60ഉം മറ്റേത് 120ഉമായിട്ട് അടയാളപ്പെടുത്തിയാൽ 2 വശങ്ങളിൽ നിന്നും 60 ഡിഗ്രി തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ രൂപത്തിൽ 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അപ്പോൾ തിരിച്ച് ആ പോയിൻറ്റിലേക്ക് എത്തുമ്പോഴും 10 തന്നെയായിരിക്കും. അപ്പോൾ ഇത് തന്നെ സ്കെയിൽ നമ്മൾ നീട്ടി വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട്, അപ്പോൾ മൊത്തം 8ഉം 2ഉം 10 ത്രികോണങ്ങളാണ് നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. 10 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ ത്രികോണങ്ങൾ 10 എണ്ണം ആദ്യഘട്ടത്തിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു. അപ്പോൾ ഇനി ഈ വര എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയാലും മതി. അവിടുന്ന് 10 സെൻറ്റിമീറ്റർ ഉയരത്തിലേക്ക് എടുക്കുക, തിരിച്ച് 10 സെൻറ്റിമീറ്റർ മറ്റേ പോയിൻറ്റിലേക്ക് എത്തുമ്പോൾ റെഡി ആയിരിക്കും. ആ രൂപത്തിലാണ് നമ്മൾ ഇത് ചെയ്യുക. യെസ്. ഇനി ഇതിൻ്റെ മധ്യബിന്ദു, അതായത് എല്ലാ വരകളുടെയും ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 5 സെൻറ്റിമീറ്ററിൽ ഓരോ വരയുടെയും 5 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ മിഡ് പോയിൻറ്റുകൾ ചേർത്ത് വരയ്ക്കുക. ചേർത്ത് വരയ്ക്കുമ്പോൾ വീണ്ടും ഉള്ളിൽ മറ്റൊരു ട്രയാങ്കിളാണല്ലോ ഉണ്ടാവുക, ചെറുത്. 5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണങ്ങളായി മാറും മൊത്തം. തിരിച്ചും മറിച്ചും ഒക്കെ അതേ പോയിൻറ്റിലൂടെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ അങ്ങനെ വരച്ചെടുത്താൽ നമ്മൾ വരച്ചതെല്ലാം 5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഈക്വലേറ്റർ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ 4 മടങ്ങ് ഉണ്ടാവും. പിന്നീട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ ട്രയാങ്കിളല്ല, വലിയ ട്രയാങ്കിൾ. നമ്മൾ നേരത്തെ ചെയ്ത ട്രയാങ്കിൾ തന്നെയാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. 10 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണമായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പേപ്പർ കട്ടറും മെറ്റൽ സ്കെയിലും ഉപയോഗിച്ചിട്ടാണ് മുറിക്കുന്നത്. ഈ വലുപ്പത്തിലാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. 10 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 5 സെൻറ്റിമീറ്ററുള്ള മറ്റൊരു ട്രയാങ്കിൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണാം. അപ്പോൾ മൊത്തം 4 ട്രയാങ്കിളിൻ്റെ ഒരു സെറ്റാണ് ഉണ്ടാകുക. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള 10 എണ്ണമാണ് നമുക്ക് വേണ്ടത്.
8 ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഇതിൻ്റെ ബേസ് ഒക്ടാഹെഡ്രൻ ഉണ്ടാക്കുന്നത്. ഒക്ടാഹെഡ്രൻ അതായത് 8 സമവശങ്ങളുള്ള പ്ലാറ്റോണിക് സോളിഡിലുള്ള ടെട്രാഹെഡ്രൻ, അതുപോലെ ക്യൂബ്, അത് കഴിഞ്ഞ് അതായത് 4 വശമുള്ളത്, 6 വശമുള്ളത്, ഇത് 8 വശമുള്ളതാണ്. 8 അതായത് എവിടെ നിന്ന് നോക്കിയാൽ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും സമഭുജ ത്രികോണങ്ങൾ കാണുന്ന രൂപത്തിൽ തന്നെയാണ്. ഇതാ 4ാമത്തെ ട്രയാങ്കിളും കൂടെ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ 4 മൊന ഒരേപോലെ വരുന്ന രൂപത്തിൽ ഒട്ടിക്കുകയാണ്. അതിൻ്റെ ആ 4 ശീർഷം ഒരൊറ്റ പോയിൻറ്റിലേക്കാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ അതിൻ്റെ അടിവശത്തൊട്ടിക്കുന്നത് പകുതി അകത്തും പകുതി പുറത്തുമായിട്ടാണ്. പകുതി ടൈപ്പ് ഇപ്പോൾ പുറത്താണുള്ളത്. ആ പുറത്തുള്ള ടൈപ്പാണ് ഇങ്ങനെ കൊണ്ടുവന്ന് അതാ അവിടെ. അപ്പോൾ കൃത്യമായിട്ട് ഒരു ശരിക്കും സമയദ്ര സ്തൂപിക തന്നെയാണ് കിട്ടുക. അങ്ങനെയുള്ള 2 സമയദ്ര സ്തൂപികകൾ, 4 വശങ്ങളുള്ള സ്തൂപികകൾ, അത് ഇനി ചേർത്തൊട്ടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചേർത്തൊട്ടിക്കുമ്പോൾ ശരിക്ക് അവിടെ 4 4 8 വശങ്ങൾ, 8 വശങ്ങളും തുല്യം തന്നെയായിരിക്കും, ഒരേപോലുള്ളതായിരിക്കും, ഒരേ കോണളവായിരിക്കും. ഈ ഒക്ടാഹെഡ്രൻ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. പ്ലാറ്റോണിക് സോളിഡിലുള്ള മറ്റ് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒക്ടാഹെഡ്രൻ വെച്ചിട്ടുള്ളൊരു മോഡൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2 വശം ഒട്ടിച്ച് ഇനി ആ 2 ഗ്യാപ്പുള്ള ആ ഭാഗവും കൂടെ ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കുകയാണ് വേണ്ടത്. യെസ്. അപ്പോൾ അത് ചേർത്തൊട്ടിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് ആ ഭാഗവും കൂടെ. അപ്പോൾ എല്ലാ ഭാഗവും ഒട്ടിച്ചു കഴിഞ്ഞാൽ അതായത് ഉപയോഗിച്ചിരിക്കുന്നത് കട്ടിയുള്ള കാർഡ് ഷീറ്റാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള കാർഡ് ഷീറ്റ് തന്നെയാണ്. നമുക്കിങ്ങനെയുള്ള രൂപം സോളിഡ്സ് ഉണ്ടാക്കുമ്പോൾ കട്ടിയുള്ള ഷീറ്റാണ് നമുക്ക് വേണ്ടത്. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഉണ്ടാവും. എല്ലാം ഏത് ഭാഗത്തും നോക്കിയാലും സമഭുജ ത്രികോണങ്ങൾ തന്നെയാണ് കാണുക. അങ്ങനെയുള്ള 8 ഭാഗമുണ്ട്, 8 മുഖങ്ങളും ഒരുപോലെ തന്നെയായിരിക്കും. യെസ്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ സ്റ്റാർ ആവുന്ന രൂപത്തിൽ ഇവിടെ ഇപ്പം ചെയ്യുന്നത് 14 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തുകയാണ്. 14 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. ആ ലെങ്ത്ത് 14 സെൻറ്റിമീറ്ററിലാണ്. എന്നിട്ട് നേർരേഖ വരച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഒരു സമപാർശ്വ ഐസോസെലസ് ട്രയാങ്കിൾസ് ഇതാ ഇവിടെ ചെയ്ത് നോക്ക്. ഒരറ്റത്ത് 0 വെച്ചതിന് ശേഷം 5ൻ്റെ ഗുണിതങ്ങൾ 5, 10, 15, 20, 25 0.8. ഇനി താഴെ ഇതേപോലെയല്ല ചെയ്യേണ്ടത്. ആദ്യം 2.5, 5ൻ്റെ പകുതി 2.5, 2.5 0.8, പിന്നെ സ്കെയിൽ നീക്കി വെച്ച് കേട്ടോ, 0 അവിടെ വെക്കുന്നത്. പിന്നെ 5ൻ്റെ ഗുണിതങ്ങൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നേരത്തെ ഉള്ളതിൻ്റെ മധ്യഭാഗത്ത് ഇത് വരൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ വരക്കുന്ന വര നേരെയല്ല വരിക, ചെരിഞ്ഞിട്ടാണ് വരിക. ഇതാ ഇങ്ങനെയാണ് വരിക. ഇതാ അപ്പോൾ അടുത്ത 5ലേക്ക് വരക്കുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി തിരിച്ച് മേലോട്ട് വരക്കുന്ന കണ്ടോ, എല്ലാം സമപാർശ്വ ത്രികോണങ്ങൾ ഐസോസെലസ് ട്രയാങ്കിൾസ് തന്നെയാണ് കിട്ടുന്നത്. ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 14 സെൻറ്റിമീറ്ററിലാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത കളറിലുള്ള ഷീറ്റുകൾ ചേർത്തിട്ട് അത് വരച്ച് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള എത്ര എണ്ണം വേണം? അപ്പോൾ പല കളറിൽ കൂടെ നമുക്ക് 24 എണ്ണം, അതായത് 8 ഭാഗത്തും നമുക്ക് 8, 3, 24 ട്രയാങ്കിൾ ഇത്തരത്തിലുള്ളത് വേണം. 2 വ്യത്യസ്ത കളറിലുള്ള ഒട്ടിക്കാണ്. ഇനി മൂന്നാമത് മറ്റൊരു കളർ. അപ്പോൾ 3 കളറും ചേർത്ത് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞ് 3/4 ഇഞ്ച് സെലോ ടേപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ മറുവശത്താണ് ഒട്ടിക്കേണ്ടത്.
അപ്പോൾ നേരത്തെ എവിടെയാണോ ഒട്ടിച്ച് അതിൻ്റെ മറുവശത്താണ് നമ്മൾ അടുത്തതായിട്ട് ഒട്ടിക്കേണ്ടത്. തിരിച്ച് വെച്ചതിന് ശേഷം ഇവിടെയും ഇപ്പം പകുതി അകത്തും പകുതി പുറത്തായിട്ടാണുള്ള, പകുതി ടൈപ്പ് പുറത്താണ്. ആ പുറത്തുള്ളതാണ് നമ്മൾ പിന്നെ മറ്റേ മറുവശം ഒട്ടിക്കാൻ എടുക്കുന്നത്. ഈ രൂപത്തിൽ. അപ്പോൾ അങ്ങനെ ചേർത്തങ്ങ് ഒട്ടിച്ചാൽ അത് റെഡിയായി നിന്നു. അപ്പോൾ അത്തരത്തിലുള്ള 8 ത്രികോണ സ്തൂപികകൾ വേണം, 8 എണ്ണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ആ ഭാഗത്ത് ഹോളായിരിക്കും. അവിടെ നമ്മളിനി 5 സെൻറ്റിമീറ്റർ ട്രയാങ്കിൾ അവിടെ ഫിറ്റ് ചെയ്യും. ഇല്ലാതെ നമുക്കിതിൽ സ്റ്റാർ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ നമ്മൾ നേരത്തെ 10 എണ്ണം പറഞ്ഞത് 8 എണ്ണേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നെ 2 എണ്ണം ബാക്കിയുണ്ട്. ആ 2 എണ്ണം 5 സെൻറ്റിമീറ്റർ ട്രയാങ്കിളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഓരോന്നും 4 കഷ്ണം. അപ്പോൾ 4 4 8 എണ്ണം. 8 എണ്ണമാണ് നമുക്ക് വേണ്ടത്. 8 സ്തൂപികളാണല്ലോ നമ്മളെ കയ്യിലുള്ളത്. യെസ്. ഇനി അത് ഒട്ടിക്കുന്ന നോക്കുക. അതും സെലോ ടൈപ്പ് കൊണ്ട് ഒരു കഷ്ണം സെലോ ടൈപ്പ് പകുതി അകത്തും പകുതി പുറത്തുമായിട്ട് വെച്ച് ആ സൈഡ് ചേർത്തൊട്ടിക്കുകയാണ്. അതുപോലെ മറ്റ് 2 വശങ്ങളും കൂടെ ഒട്ടിക്കുക. അപ്പോൾ അതവിടെ ഉറച്ച് നിന്ന് അതിൻ്റെ ബേസ് അതായത് 5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ ത്രികോണമാണ് അതിൻ്റെ അടിവശത്ത്. യെസ്. ഇപ്പോൾ അത് ഫില്ലായി. ഈ രൂപത്തിൽ 8 എണ്ണവും ചെയ്തെടുത്തതിന് ശേഷം 8 എണ്ണം. ഇനി നമ്മൾ ഇവിടെ ആ നടുവിൽ വരച്ച് കാണിച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, അവിടെയാണ് ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഭാഗം വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രമാണ് ഫെവിക്കോള് തേക്കേണ്ടത്. ഇതാ കറക്റ്റായിട്ട് നമ്മൾ വരച്ചത് കൊണ്ട് അവിടെ കറക്റ്റായിട്ട് ചെന്ന് നിൽക്കും. സാധാരണ ഫെവിക്കോൾ ആയതുകൊണ്ട് ഉണങ്ങാൻ ലേശൊരു താമസം ഉണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ പിന്നെ ഒന്ന് ഉറച്ചതിന് ശേഷം അടുത്തത് അങ്ങനെ 8 എണ്ണവും ചേർത്ത് അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഈ രൂപത്തിൽ. അപ്പോൾ 8 കോണുകൾ മാത്രമല്ല, 8 സ്തൂപികൾ മാത്രമല്ല കാണുന്നത്, അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ ഒരു സമചതുര സ്തൂപിക പോലെ ഒരു കോണ്. യെസ്. അപ്പോൾ അതിൻ്റെ 4 കോണ് ചുറ്റും, അതുപോലെ മേലെയും താഴെ. ഞാൻ നേരത്തെ 8 എന്നാണ് പറഞ്ഞത്, 6 എണ്ണമാണ് കിട്ടുക. 6 എണ്ണം. യെസ്. അപ്പോൾ ഒഴിവുള്ള സമയത്ത് ഇത്തരത്തിലൊന്ന് നിർമ്മിച്ചെടുക്കാൻ നോക്കുക. വ്യത്യസ്ത കളർ. അപ്പോൾ A4 പേപ്പറല്ല, ഇത് കുറച്ച് കട്ടിയുള്ള കാർഡ് ഷീറ്റ് തന്നെയാണ്. അപ്പോൾ പല കളറിലും ആയിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ചെയ്തെടുക്കാൻ ഒരു നല്ല സ്റ്റാറും കൂടെ. ഓക്കെ.